ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജീവിത വഴികളിൽ എന്നും പ്രഥമ സ്ഥാനത്ത് നിൽക്കേണ്ട രണ്ട് വാക്യങ്ങളുണ്ട്: കടപ്പാടും കൃതജ്ഞതയും. കാരണം നമ്മളായി തീർന്നതിൻ്റെ പിന്നിൽ നമുക്ക് വേണ്ടി ജീവിതം ബലിയായി തീർത്തവരുണ്ട്, സ്നേഹമായി മാറിയവരുണ്ട്, കരുതലായി വന്നവരുണ്ട്, നമ്മളെ കരുത്തുള്ളവരാക്കുവാൻ പരിശ്രമിച്ചവരുണ്ട്. എല്ലാത്തിനും നടുവിൽ നന്ദി നിറഞ്ഞ മനുഷ്യരായി നാം രൂപപ്പെട്ട് മാറേണ്ടിയിരിക്കുന്നു. എന്തിനോടും ഏതിനോടും നമുക്ക് തോന്നേണ്ട ഒരു കൃതജ്ഞതയുണ്ട്. അത് നമ്മുടെ നന്മയുടെ ഭാഗമായി രൂപപ്പെടണം. വചനം പരിശോധിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട് വിവിധയിടങ്ങളിലേക്ക് പറഞ്ഞയക്കപ്പെട്ട അപ്പോസ്തലന്മാർ തങ്ങളുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് തിരികെ പ്രയാണം നടത്തുകയാണ്. വന്ന വഴി മറക്കരുത് എന്ന് നാം കേട്ടിട്ടുണ്ട്. അയച്ചവനെയും വളർത്തിയവനെയും സഹായിച്ചവനെയും താങ്ങിയവരെയും ഒന്നും തഴഞ്ഞു കളയാതിരിക്കട്ടെ. എത്ര നല്ല തിരിച്ചറിവാണ് അപ്പോസ്തലന്മാർക്കുണ്ടാവുന്നത്. അവർ മടങ്ങിയെത്തുന്നുണ്ട്, ആദരപൂർവം സന്തോഷത്തോടെ വിവരിക്കുന്നുണ്ട് അവരുടെ യാത്രകളും അനുഭവങ്ങളും. രണ്ട് വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമായി മാറുന്നുണ്ട്. ചിലപ്പോൾ പലതും നാം വിസ്മരിക്കുന്നു, എന്നാൽ ചിലതൊക്കെ വീണ്ടും വളരെ ജീവനോടെ നാം ഓർത്തെടുക്കുന്നുണ്ട്. വെറുതെ തലച്ചോറിലേക്ക് പ്രവേശിച്ച പലതും ഓർത്തെടുക്കുവാൻ പറ്റാത്ത രീതിയിൽ വിസ്മരിച്ചു പോകുവാൻ സാധ്യതകളുണ്ട്. എന്നാൽ അനുഭവങ്ങളായി ഹൃദയത്തിലേക്ക് പടർന്നു കയറിയവയൊക്കെ നമുക്കിന്നും ഒരു പ്രചോദനവും പ്രകാശവും പോലെ ഓർത്തെടുക്കുവാൻ എളുപ്പമാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മറവികളേക്കാൾ കൂടുതൽ ഓർമ്മകളായി പലതും രൂപപ്പെടട്ടെ. അപ്പോസ്തലന്മാർ അത് നമ്മെ നന്നായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതവും പ്രവൃത്തികളും ഒക്കെ എന്തുമാത്രം ദൈവകൃപയാൽ നിറയപ്പെട്ടിരുന്നു. അവരുടെ കഴിവുകളേക്കാൾ കൂടുതൽ ദൈവം അവരുടെ ജീവിതത്തെ കനിവുള്ളതാക്കി കൃപയുള്ളതാക്കി തീർത്തതിനുള്ള കൃതജ്ഞതയാവണം ഈ മടങ്ങിവരവ്. വചനം ഇങ്ങനെ ചില മടങ്ങിവരവൊക്കെ നമ്മളോട് വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. സൗഖ്യം പ്രാപിച്ച് ആവേശത്തോടെ മടങ്ങിപ്പോകുന്നവനെക്കുറിച്ചല്ല, തിരിച്ചറിഞ്ഞ സൗഖ്യത്തിന് മുമ്പിൽ ഒരു തിരിച്ചുവരവ് നടത്തി തമ്പുരാൻ്റെ മുമ്പിൽ താണുവണങ്ങി നിൽക്കുവാൻ സാധിക്കുന്ന മനുഷ്യൻ്റെ കടപ്പാടും നന്ദിയും അതെന്നും എല്ലാത്തിനോടും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. മറ്റൊന്നുകൂടി വചനത്തിൽ കാണുന്നത് ഒരു ഹൃദയവിശാലതയും സ്നേഹവും അനുകമ്പയുമാണ്. ആ വാക്കുകൾക്ക് തന്നെ എന്തോ ഒരു ശ്രേഷ്ഠതയുണ്ടാവുന്നുണ്ട്. ക്ഷീണിതനായി എത്തുന്ന അപ്പോസ്തലന്മാരോടൊപ്പം അവരുടെ സങ്കടങ്ങളോ വിഷമങ്ങളോ അവരുടെ പ്രയാസങ്ങളോ നന്നായി തിരിച്ചറിയുന്നുണ്ട്. മനുഷ്യരുടെ ബാഹുല്യ നിമിത്തം ആഹാരം കഴിക്കുവാൻ പറ്റാതെ പോകുന്നവരെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി നിർത്തി അവർക്ക് വേണ്ടി അത്താഴമൊരുക്കുവാനുള്ള യേശുവിൻ്റെ ആ ചിന്തയും വ്യഗ്രതയും വളരെ വ്യക്തമാണ്. കമ്പാഷൻ എന്നൊരു വാക്ക്, അനുകമ്പ എന്നൊരു വാക്ക് നാം ആർജിച്ചെടുക്കുന്നുണ്ട്. ആഴത്തിൽ തോന്നാവുന്നൊരു വികാരമാണ്, അടുത്തറിയാവുന്നൊരു വികാരത്തിൻ്റെ പേരാണത്. അപരൻ്റെ മനസ്സും മനോഭാവങ്ങളും നന്നായി തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും ആർജിച്ചെടുക്കാവുന്നൊരു വികാരത്തിൻ്റെ പേരാണത്. അത് തന്നെ ക്രിസ്തുവിന് ധാരാളം ഉണ്ടാവുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ താല്പര്യം കാണിക്കുന്നൊരു മനുഷ്യൻ്റെ മനുഷ്യസഹജമായ സ്നേഹവും വാത്സല്യവും ആർദ്രതയുമൊക്കെ അതുതന്നെ ഈ ജീവിതത്തിൽ എപ്പോഴും നമുക്കും ഉണ്ടാവട്ടെ. കരുതലായി നിൽക്കുന്നവരെയും താങ്ങായി നിൽക്കുന്നവരെയൊക്കെ തഴഞ്ഞു കളഞ്ഞ് ജീവിതത്തിലെല്ലാം നേടാൻ സാധിക്കുമെന്ന വ്യർത്ഥ ചിന്തകൾക്ക് അതീതമായി നമ്മളെ നമ്മളാക്കുന്നതിൻ്റെ പിന്നിൽ നമുക്ക് വേണ്ടി ജീവിതം ബലിയായി തീർത്തവരും സമർപ്പിച്ചവരും താങ്ങായി നിന്നവരും സംരക്ഷിച്ചവരുമൊക്കെ എന്നും കടപ്പാടിൻ്റെ പുസ്തകങ്ങളിൽ ചേർക്കപ്പെടേണ്ടവർ തന്നെയാണ്. മടങ്ങിവരവുകൾ എപ്പോഴും ഒരു മനുഷ്യൻ്റെ ലാളിത്യത്തെയും വിനയത്തെയും വിശുദ്ധിയും സൂചിപ്പിക്കുന്നുണ്ട്. അവന് തന്നോട് തന്നെ എളിമയില്ലെങ്കിൽ മറ്റാരോടും അത് കാണിക്കുവാൻ ബാധ്യതകളില്ലല്ലോ. അവന് തന്നോട് തന്നെ കടപ്പാടും നന്ദിയും പ്രകാശിപ്പിക്കാനില്ലെങ്കിൽ അത് ആരോടും കാണിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷ്യമനുസരിച്ചാണെങ്കിൽ തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കാൻ സാധിക്കുമോ? ഈ തിരിച്ചുവരവ് കൃതജ്ഞതയുടെ അടയാളമാണ്. ഞങ്ങളെ പറഞ്ഞയച്ചവൻ്റെ പിന്നിലേക്ക് ആദരവോടെ മടങ്ങി വരുവാനും അങ്ങ് തന്ന കഴിവും കൃപയും അനുഗ്രഹവും സാന്നിധ്യവും സംരക്ഷണവും തുണയുമാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് നമ്മൾ ആരുടെ മുമ്പിലും കടപ്പാടോടെ കരംകൂപ്പി നിൽക്കുമ്പോഴൊക്കെ ഈ ആദരവിൻ്റെ സുവിശേഷമാണ് നാം പ്രഖ്യാപിക്കുന്നത്. ജീവിത വഴികളിൽ എന്നും നിഴലിച്ചു നിൽക്കട്ടെ ഈ കൃതജ്ഞതയും കടപ്പാടും. അതുപോലെ നാം മറന്നു പോകാത്ത രീതിയിൽ ഹൃദയത്തിൽ ആഴപ്പെടുന്ന അനുഭവങ്ങൾക്ക് പിന്നിൽ നമ്മളെ പരുവപ്പെടുത്തിയ മനുഷ്യരെ ഒന്ന് ചേർത്ത് പിടിക്കുവാനും ബലമുണ്ടാവട്ടെ. അതാണൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഴം. അനുകമ്പയുള്ളവനെ പോലെ ആരെയും വിട്ടുകളയാതെ ഉപേക്ഷിക്കാതെ അവർക്ക് ഉചിതമായ സാഹചര്യമായി സാന്നിധ്യമായി ക്രിസ്തു മാറുന്നുണ്ട്. നമ്മളെയും പരിചരിക്കുവാൻ ഇങ്ങനെ കരം നീട്ടുന്നവരെയും സമയം തരുന്നവരെയും
നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായ വാക്കുകൾ കൊണ്ടുപോലും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നവരൊക്കെ എന്നും നമ്മുടെ മനോതലങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഒരാദരപൂർവ്വം, ഒരു കൃതജ്ഞതാപൂർവ്വം, ഒരു കടപ്പാടുപൂർവ്വം. ആമീൻ.